അടുത്ത കാലത്തായി ആലുവയിലും പരിസര പ്രദേശങ്ങളിലും മോഷണ കേസുകൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ചെമ്പകശ്ശേരി കവലയിൽ താമസിക്കുന്ന ബാബു എന്ന ആളുടെ വീട്ടിൽ മോഷണം നടന്നത്. ബാബു നാട്ടിലില്ലാത്ത സമയത്തായിരുന്നു മോഷണം. സമാനമായ ഒരു സംഭവമാണ് തോട്ടക്കാട്ടുകരയിൽ താമസിക്കുന്ന ജോർജ് സേവ്യറിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ജോർജ് സേവ്യർ കുടുംബവുമായിട്ട് ഓസ്ട്രേലിയയിൽ താമസിക്കുകയാണ്. ഈ സമയത്താണ് അടഞ്ഞുകിട്ടുന്ന വീട്ടിൽ കയറി സ്വർണം ഉൾപ്പെടെ മോഷ്ടിച്ചിരിക്കുന്നത്. അയൽവാസി വന്ന സമയത്ത് സിറ്റൗട്ടിലെ ബൾബ് കത്തുന്നുണ്ടായിരുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് മുൻപിലത്തെ വാതിൽ പൊളിച്ചിട്ടിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി വിരലടയാളം ശേഖരിക്കുകയാണ്. ഈ പ്രദേശമെന്ന് പറയുന്നത് SP ഓഫീസിനോട് ചേർന്ന് ക്യാമ്പ് ഓഫീസിനോട് ചേർന്ന സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ 2-3 മാസങ്ങളായി 2 കേസുകൾ, നേരത്തെ 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ പ്രതികളെ പിടിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഒരു മോഷണം കൂടി റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 8 മാസമായിട്ട് ജോർജ് സേവ്യറും കുടുംബവും ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. ഈ വീട്ടിൽ ഒരു CCTV ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി അറിഞ്ഞുകൊണ്ടാണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻപിലത്തെ വാതിൽ കമ്പിപ്പാര കൊണ്ട് പൊളിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അകത്ത് കയറി അകത്തെ മുറികളുടെ വാതിലുകളും സമാനമായ രീതിയിൽ പൊളിച്ചിട്ടുണ്ട്. സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. 7 പവനോളം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. പുള്ളി ഇന്നലെ രാവിലെ വന്ന് ഈ ലൈറ്റ് കത്തുന്നില്ലായിരുന്നു. ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പം വാല തുറന്നു കിടക്കുന്നു. ഇമ്മീഡിയറ്റായിട്ട് പുള്ളി ഓസ്ട്രേലിയയിൽ അളിയനെ വിളിച്ച് പറഞ്ഞു. അതിന് ചെന്നൈ ഉടനെ വിളിച്ചു. ഞാനിവിടെ വന്നു. അവിടുന്ന് തന്നെ ഒരു കംപ്ലയിൻറ്റ് പോലീസിൽ രജിസ്റ്റർ ചെയ്തു ഇമെയിലായിട്ട്. ഇവിടെ അപ്പം തന്നെ ഇമ്മീഡിയറ്റായിട്ട് ഇവിടെ ആലുവ പോലീസ് ഇന്ന് ഇവിടെ വന്ന് നോക്കി. അപ്പോൾ കംപ്ലീറ്റിൽ വലിച്ചു വാരി എല്ലാ വാതിലിൻ്റെയും ഡോറോ കുത്തിപ്പിടിച്ചിട്ടിരിക്കുക. ഏകദേശം 60 ഗ്രാം ഓളം പല ഐറ്റമായിട്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ ഒന്നും പോയതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അവരില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല എന്തൊക്കെയാവണമെന്നുള്ളത്. ഇത്തരം അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ പെരുകുകയാണ്. കാരണം കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ടുള്ള മോഷണങ്ങളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും സംഭവിച്ചിട്ടില്ല. മതിൽ ചാടിക്കടന്ന് വന്ന് മുൻപിൽ കൂടെ തന്നെയാണ് മോഷണഭാഗത്ത് പ്രവേശിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്ത കേസുകളിലെ പ്രതികളെ പിടിച്ചിരുന്നു. അവർ മലയാളികളായിരുന്നു. ഇപ്പോൾ ഈ കേസിലും അതോടൊപ്പം തന്നെ ചെമ്പകശ്ശേരി കവലയിൽ റിപ്പോർട്ട് ചെയ്ത മോഷണ കേസിലെയും പ്രതികൾ ഒരേ ആളാണോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. മനോജ് മാളശ്ശേരി, S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.